ഒരു വീട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സ്വപ്നം തന്നെയാണ്. അത് ഇതുപോലെ ഇങ്ങനെ യാഥാർത്ഥ്യമാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അതൊരു ഭയങ്കര സന്തോഷം തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ നമുക്ക് കഴിയാത്തതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് അധ്വാനിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് നമ്മുടെയൊക്കെ സ്വപ്നങ്ങളിങ്ങനെ ചിലതൊക്കെ നിറവേറുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ. ഒരുപാട് പേരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ ജോലി, നമ്മുടെ അധ്വാനങ്ങൾ ഇതൊക്കെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഒരുപാട് പേരുടെ ഒരു സ്വപ്നം തന്നെയാണ്. ഞാനിപ്പോൾ പിന്നെ നമ്മുടെ കിച്ചു സുധിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ കിച്ചു സുധി പറയുന്നത് എന്താ എനിക്ക് ഇറക്കി വിടാം, അത് ഒരാൾ പോലും വന്നിട്ട് ഇറക്കി വിടാത്ത തരത്തിലുള്ള ഒരു വീട് എനിക്ക് വേണം, അതിലെനിക്ക് താമസിക്കണം, അങ്ങനെ രാജാവിനെ പോലെ താമസിക്കണം എന്ന് തന്നെയാണ് അവൻ ഉദ്ദേശിക്കുന്നത്. ഒരാൾ പോലും നമ്മളെ ഇറക്കി വിടാൻ പാടില്ല. വാടക വീട് എന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ ദുരിതം തന്നെയാണ്. അത് നമ്മളെല്ലാവരും പറയുന്നത് എന്താ അറിയാം, നമ്മൾക്ക് വാടക വീടായാലും മതി, ഒരിക്കലും പോരാ. നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു വീട്, നമ്മൾ പട്ടിണിയാണെങ്കിലും നമ്മൾക്ക്, ഞാൻ പറഞ്ഞില്ലേ, കഞ്ഞിവെള്ളം കുടിച്ചിട്ടെങ്കിലും ജീവിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ഒന്നും പേടിക്കണ്ട. അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ വാടക കൊടുത്ത് ഒരു ദിവസം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് മാത്രവുമല്ല, ഓരോ ആൾക്കാർ വരുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ മുഖം കാണണം. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വല്ലാത്ത വിഷമങ്ങൾ വരും. ആ ഒരു സന്ദർഭത്തിലൊക്കെയാണ് നമ്മൾ വിചാരിക്കുക ഒരു സ്വന്തം വീട് നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ സ്വന്തം വീടെടുക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് വേറെ തന്നെ ഒരു സുഖമാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ കണ്ണിലും ഒരു മനസ്സന്നെ അങ്ങ് നിറയുന്ന ഒരിത് തന്നെയാണ് നടന്നത്. ഏതായാലും അതിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പണിക്കാരെല്ലാം നല്ല ഉത്സാഹത്തിലാണ്. മഴ മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ല ജോറായിട്ട് തന്നെ പണിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കും ഒരുപാട് സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഒരുപാട് പേര്, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടക വീട്ടിലും കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും സ്വന്തം വീട് സ്വപ്നം കണ്ട് നടക്കുന്നവർ തന്നെയാണ്. ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സ്വന്തം വീട് സ്വപ്നം കണ്ട് നടക്കുന്നവരാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വലിയ ഒരു സൗദോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല, ചെറിയൊരു വീട് മതിയായിരുന്നു. അതാണ് നമ്മുടെ സ്വപ്നം, അത് തന്നെയാണ്, ചെറിയൊരു വീട്. അല്ലാതെ ഒരു വലിയ സൗധം വലിയ ഇതാക്കണം എന്നൊന്നുമില്ല. എല്ലാവർക്കും ഒരു റൂം, അത് മാത്രമേ ഉള്ളൂ അവിടെ. അല്ലാതെ ആ റൂമിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി ഇൻറ്റീരിയൽ വേണം, ഡെക്കറേഷൻ വേണം. ഞാൻ പറഞ്ഞില്ല, ഒരു ലൈറ്റ് പോലും ഞാൻ എക്സ്ട്രാ ഇട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട് എന്ന് പറഞ്ഞ് ലൈറ്റിൽ ഇങ്ങനെ മുങ്ങിക്കുളിച്ച് നിൽക്കണം എന്നൊക്കെ പിന്നെ പല ആൾക്കാരും പറയും. പക്ഷേ എനിക്കത് ഇഷ്ടേ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് പൈപ്പിടാൻ വന്ന ആൾക്കാരോട് ഞാൻ വരെ പറഞ്ഞത് എൻ്റെ പുറത്ത് ഒരു ലൈറ്റ് പോലും വേണ്ട, എന്തിൻ്റെ ആവശ്യത്തിലായാലും വേണ്ട. കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്രയൊന്നും ആർഭാടങ്ങളൊന്നും വേണ്ട. നമുക്ക് വളരെയധികം ചെറിയ തരത്തിൽ സാധാരണ ഒരു ബൾബ് ഇട്ടാൽ മതി, അല്ലാതെ ഒരു എക്സ്ട്രാ ബൾബ് പോലും അവിടെ വേണ്ട. അവിടുന്ന് ഒരു ഫാനും ഒരു ബൾബ് മതി ഒരു റൂമിൽ, അത്രയും വേണ്ടു അവിടുന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത സ്ഥലത്തുനിന്ന് വരുമ്പോഴും മാത്രമേ നമുക്കതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ദൈവം സഹായിച്ചിട്ട് ഇനി അങ്ങോട്ട് പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഞാൻ പറഞ്ഞാൽ ഒരുപാട് പേര് നിങ്ങൾ പിന്നെ പിടിക്കണം. അതായത് നമ്മൾ എന്തിതായി കഴിഞ്ഞാലും നമ്മൾ ഇതുപോലെ എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായമാണ്. ഗൾഫിലൊക്കെ ജീവിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ 900 പിന്നെ ഇതിന് റിയാലിനൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. 900 റിയാലിന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ 9000 റിയാൽ മേടിക്കുന്ന ആൾക്കാരുണ്ട്, 90000 റിയാൽ മേടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും കണ്ടത് എന്താ പറയുക, ഈ 9000 റിയാൽ വാങ്ങിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇനിയൊരു വീട് വരെ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ട്. നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ 900 വാങ്ങിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ കുബൂസായാലും തിന്നിട്ടായാലും ശരി, അവൻ വീട്ടിലേക്ക് കൃത്യം പൈസ മിച്ചം പിടിച്ചടച്ച് ഒരു 2 ബെഡ്റൂമുള്ള വീടെങ്കിലും ഉണ്ടാക്കിയ ഒരു കഥകൾ ഇഷ്ടംപോലെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതായത് നമ്മളൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറത്തും നടക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാർപ്പിൻ്റെ പണി അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർ വാർപ്പൊക്കെ കഴിഞ്ഞ് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മിനുക്ക് പണിയും കാര്യങ്ങളൊക്കെയാണുള്ളത്. അതുകൊണ്ടൊന്ന് നോക്കിയിട്ട് വരാം എന്തായി കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമാണ് ഇനി അവർ ഭക്ഷണം കഴിക്കുക കേട്ടോ. അതായത് ഭക്ഷണം ബിരിയാണിയൊക്കെ അവിടെ വാങ്ങിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇന്ന് അവർക്ക് നല്ല അടിപൊളി ഫുഡൊക്കെ കൊടുക്കണ്ടേ.
ബിരിയാണിയൊക്കെ വാങ്ങിച്ച് പിന്നെ രാവിലെ ആണെങ്കിൽ പൊറോട്ടയും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ പോകുമ്പോൾ മാത്രമേ ഇവർ ഭക്ഷണം കഴിക്കത്തുള്ളൂ. അപ്പോൾ മുതലാളിമാരും മേസ്തിരിമാരും അവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ ആ മിനുക്കുപണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുറച്ച് പരിപാടിയും കൂടി മേലെയുണ്ട്. ഏതായാലും മഴ ഇല്ലാത്തതുകൊണ്ട് വലിയ ഒരു ഗുണം തന്നെയാണ്. ഇനിയിപ്പോൾ നാളെ മുതലും മഴ പെയ്ത് കഴിഞ്ഞാലും നമുക്ക് വലിയൊരു ഗുണം തന്നെയാണ്. ഇല്ലെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും. അതായത് വെള്ളം ഒഴിച്ച് നമ്മളെ പണി വരുമ്പോൾ അത്ര തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിയും തൊഴിലാളിയും എല്ലാവരും കൂടിയിട്ട്, അതായത് അതിൻ്റെ മേസ്തരിയും പിന്നെ എന്ന് പറഞ്ഞാൽ മെയിൻ മുതലാളി ഇവരൊക്കെ ചേർന്നിട്ട് എന്ന് പറഞ്ഞാൽ മുകളിലത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താൽക്കാലികമായിട്ട് വലിയൊരു സ്വപ്നം ഇവിടെ ഇങ്ങനെ പൂവണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. അതായത് മനസ്സിന് ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. കാരണം നമ്മൾ എത്ര വർഷമായിട്ടിങ്ങനെ ആലോചിക്കുന്നതാണ്, അതുപോലെ തന്നെ സ്വപ്നം കാണുന്നതാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്കൊരു സ്വന്തം ഒരു ഇതെന്ന് പറഞ്ഞിട്ട് സൗദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ. എന്തൊക്കെയായാലും ശരിയാണ്, ബുദ്ധിമുട്ടും കടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുമായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വഴിക്ക് പോകുമായിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കടമ്പ് എണിച്ചിട്ടോ ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം, നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്ക് വാടക വീടാണ് നല്ലത്, നമ്മൾ ഒരിക്കലും വലിയ വീട് എടുക്കരുത്, നമ്മൾ ഒരിക്കലും. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, വാടക വീടെന്നും വാടക വീട് തന്നെയാണ്, നമ്മുടെ സ്വന്തം വീടെന്നും സ്വന്തം വീട് തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ചെറിയൊരു കൂര മതി. ഇതൊന്നും വലിയ വീടൊന്നുമല്ല, ഇതിന് 2 ബെഡ്റൂം മാത്രമേ ഉള്ളൂ. 2 ബെഡ്റൂം, ഹാള്, കിച്ചൺ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും ഒരു വലിയൊരു ബംഗ്ലാവോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞ് നമ്മളെ ഇറക്കി വിടാതെ ഇരിക്കാൻ, അല്ലെങ്കിൽ നമ്മളോട് ആരും ഇറങ്ങിപ്പോകരുതെന്ന് പറയാതിരിക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ, അതൊരു സംഭവം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ടിട്ട് കുറച്ച് പൈസയൊക്കെ മാറ്റി വെച്ച്, അതായത് കുറച്ച് ലോൺ എടുത്താലൊന്നും ഒരു കുഴപ്പമില്ല, കുറച്ച് ലോണൊക്കെ നമുക്ക് അടക്കാൻ കഴിയുന്ന ലോൺ എടുക്കാം, നമുക്ക് തിരിച്ചടക്കാൻ കഴിയുന്ന ലോൺ നമുക്ക് എടുക്കാം. അതായത് നമ്മൾ 10, 25, 30 ലക്ഷം ലോൺ എടുക്കുമ്പോഴാണ് നമുക്ക് വലിയ പ്രശ്നം വരുന്നത്. നമുക്ക് അടക്കാൻ കഴിയുന്ന ചെറിയ ചെറിയ പൈസ ഒന്നും എടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അല്ലാതെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ തെച്ചും മുഴുവൻ ഇങ്ങനെ കണ്ടിട്ടാണോ വീടെടുക്കുന്നത്? അല്ല, അതൊന്നും ഒരിക്കലും നടക്കില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ റെഡിയാക്കണം. എന്താ പറയുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലേറ്റ് ആകുന്നതിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ ചിലവുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ചിലവുകൾ കൂടിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പം അങ്ങനെ ആകുമ്പോഴും നമുക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് പറയുന്നത് എത്രയും പെട്ടെന്ന് നമ്മളിത് പൂർത്തീകരിക്കുമ്പോഴേ അതിൻ്റേതായ ഒരു മനസുഖം വേറെ തന്നെയാണ് കേട്ടോ. അതിന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, ആ ഒരു മനസുഖം നമുക്കിത് എൻ്റെ മുഖം കണ്ടില്ലേ, ആ വെയിലത്തൊക്കെ നിന്ന് വെയിലൊക്കെ ഇങ്ങനെ കൊണ്ട് എന്താ പറയേണ്ടത്, പൊടിയൊക്കെ ഇങ്ങനെ പാറി ഒരു എന്താ പറയുക ജാമ്പവാനായിട്ട് നടക്കുന്നതാണെന്നില്ലേ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസമാണ്. ഈ ടെൻഷനൊക്കെ ഒരു രസമാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെൻഷനൊക്കെ ഇല്ലേ ഒരു സംഭവം തന്നെയാണ്. അതാണ് ഞാൻ പറയുന്നത്. നമ്മളെപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഷനൊക്കെ നമുക്ക് വേണടോ, കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാകും, എന്നാലും മാത്രമേ ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. അതായത് ഒരുപാട് വർഷത്തെ ആഗ്രഹവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും നടക്കും, എല്ലാവർക്കും നടക്കും. ഇതൊന്നും അത്ര വലിയ പ്രശ്നങ്ങളുള്ള ഇതൊന്നുമല്ല, എല്ലാവർക്കും നടക്കുന്ന കാര്യം തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതൊന്നും ഒരാൾക്ക് മാത്രമുള്ള ഇതൊന്നുമല്ല, ആര് വിചാരിച്ചാലും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതാണ് വീടിൻ്റെ ടോട്ടൽ നിങ്ങൾ കാണുമ്പോൾ. കുറച്ചുള്ളിലോട്ടാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ലടോ, ഇതൊക്കെ മതിയെന്നേ. അപ്പോൾ ഇതാണ് നമ്മുടെ സൗദ. ഇനിയിപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏതായാലും നമ്മുടെ പിന്നെ എന്താണ് കിച്ചു സുധിക്കും കൂടി ഇതുപോലെയുള്ള ഒരു സൗദൊക്കെ ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാറുണ്ട്. ഓക്കെ, ബൈ ബൈ.